ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയും ഒരു ആപ്ലിക് വർക്ക് ഡിസൈനാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻറ്റ്സ് വന്നിരുന്നു. ഇത് എന്താ പറയുക, കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള സർക്കിൾ ഷേപ്പിൽ മോട്ടിഫ് ഒന്ന് കാണിക്കാനായിട്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോട്ടിഫ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, ഒരു യെല്ലോ കളറിൽ. ഇത് ഞാനൊരു 5 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. സോ ഫോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഒരു സൈഡ് 2.5 മറ്റേ സൈഡ് 5 എന്താ പറയുക നീളം ഇങ്ങനെ ഒരു 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. സോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ ഷേപ്പാണ്. 5 സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, 5 ഇഞ്ച് സൈഡ് വരുന്ന ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ ഞാനിങ്ങനെ 4ആയിട്ട് അതിനുശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് 8ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു സർക്കിൾ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ടുണ്ട്. കോണിക്കലായിട്ട് മടക്കിയതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ്. ആ ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. സോ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഭാഗം ഞാൻ മുകളിലോട്ട് ഞാൻ എന്താ പറയുക ഒരു സർക്കിൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം താഴോട്ട് ഇതേപോലൊരു സ്ലാൻഡായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്യണം. മുകളിൽ ഏകദേശം ഒരു 3/4 ഇഞ്ച് വിട്ടിട്ട് 3/4 ഇഞ്ച് ആ ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത് ഏകദേശം ഒരു 3/4 ഇഞ്ച് വരുന്ന രീതിയിലാണ്. അതിനുശേഷം ഇതേമാതിരി സ്ലാൻഡായിട്ടൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് പോവരുത്, എന്നാൽ അടുത്ത് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാ പീസസും കട്ട് വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ആദ്യത്തെ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ആപ്ലിക്കിന് നടുക്കുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അത് മാത്രം വരുന്ന രീതിയിൽ അതിൻ്റെ ബോർഡറിലുള്ള കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ബോർഡറിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇത് മാറ്റി ജസ്റ്റ് നോക്കുക. ഇതേമാതിരി സൈഡിലൊന്ന് കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ മാതിരി ഒരു 3/4 ഇഞ്ച് വരുന്ന രീതിയിൽ മാറ്റിയിട്ട് അത് വെച്ച് വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ചും ഒരു ലൈൻ അങ്ങനെ ഒരു കുറച്ചൊന്ന് മുകളിൽ വരുന്ന രീതിയിൽ ഇതേമാതിരി 2 കട്ടും കൂടി കൊടുക്കുകയാണ്. മറ്റേത് ഈ ഒരു സൈഡിൽ ഇച്ചിരി ഇങ്ങോട്ട് അടുപ്പിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വിടർത്തിയെടുക്കുന്നു. ഞാൻ ഈ ഒരു ചെക്കോട്ടയ ഫാബ്രിക്കിലേക്കാണ്, ഇതൊരു എന്താ പറയുക ട്യൂട്ടോറിയൽ പർപ്പസിനായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനൊരു സാരിയിലേക്കൊന്നും ചെയ്യുന്നതൊന്നുമല്ല, കസ്റ്റമർ ഒരു തന്നിരിക്കുന്നൊരു വർക്കൊന്നുമല്ല, ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. സോ ഇതൊന്ന് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി തുന്നാണ്. ആ ഒരു ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ സെൻറ്ററിൽ കുത്തു വരുന്ന രീതിയിൽ ചെയ്യുകയാണ്. പിന്നീട് ത്രെഡിൻ്റെ കളറിലെ നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തിൻ്റെ കളറിലുള്ള നൂലെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മെഷീനിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൂലാണ് ഞാൻ എടുക്കുന്നത്. ഒറ്റ സ്ട്രാൻഡ് എടുത്താൽ മതി. അതിനുശേഷം നോക്കുക ഇതേമാതിരി കോണിക്കലായിട്ട് ഇതിനൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. സോ കോണിക്കൽ ഫോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഈ കുത്തി തുന്നിയിരിക്കുന്നത് സെൻറ്ററിൽ വന്നിരിക്കുന്നത് കൊണ്ട് എനിക്കത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി എളുപ്പമുണ്ടാവുക ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാനതങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യുന്നത്. അതിനുശേഷം അടുപ്പിച്ച് ഇതേപോലെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2-3 വീഡിയോസിലായിട്ട് ഞാൻ ആപ്ലിക് വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഈ കോർണേഴ്സ് വരുമ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ആ ഭാഗങ്ങളിൽ നമ്മൾ ഒരു 2 പ്രാവശ്യമെങ്കിലും അവിടെ തന്നെ കുത്തി തുന്നാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം അവിടെ എക്സ്ട്രാ ഒന്നൊരു കുത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ബാക്കി അത് അങ്ങോട്ട് ചെയ്യുക. കോർണേഴ്സൊക്കെ നമ്മൾ ഈ തയ്യലിൻ്റെ കട്ട് ചെയ്തപ്പോഴുള്ള തുമ്പ് ബോർഡർ ഇത് ഉള്ളിലോട്ട് പോയിട്ടുണ്ടോ എന്ന് ഉറപ്പിച്ച് തന്നെ ചെയ്യുക. സോ ഇതേപോലെ ബാക്കി സർക്കിൾ മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ ത്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ത്രെഡുകൾ പുറത്തേക്ക് ഊർന്ന് വരാത്ത രീതിയിൽ ഉള്ളിലേക്ക് അത് വരുന്ന രീതിയിൽ തന്നെ ചെയ്യുക. മുകളിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഇതെങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. കോർണറിൻ്റെ അവിടെ ഇച്ചിരി മടക്കുമ്പോൾ എക്സ്ട്രാ വരുന്നത് ഉണ്ടെങ്കിൽ അതിനെയും കൂടി ഒന്ന് അകത്തോട്ടാക്കി കൊടുത്ത് തന്നെ തുന്നി പിടിപ്പിക്കുക. സോ ഇതേപോലെ ബാക്കി നമുക്ക് ചെയ്യാം.
ഇങ്ങനെ നീഡിൽ വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ ആ തുമ്പിലുള്ളത് ഉള്ളിലോട്ട് ഫോൾഡായിട്ട് നമുക്ക് കിട്ടും. അതൊരു കുറച്ചൊന്ന് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. ആ തുടക്കത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് സൂചി വെച്ച് ഓടിക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോകണമെന്നില്ല. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് തുമ്പ് വിടർന്ന് നിൽക്കുന്ന തുമ്പൊന്നും അത് പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ നമുക്കത് ചെയ്തു പോകാൻ പറ്റും. തുമ്പ് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ഫോൾഡ് ചെയ്യുക. അപ്പോൾ പോയിൻ്റ് മുകൾ ഭാഗം പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ബോർഡർ നമ്മൾ കട്ട് ചെയ്ത ഇതെല്ലാം ഉള്ളിലോട്ട് പോയി കറക്റ്റായിട്ട് കോർണറായിട്ട് നമുക്ക് കിട്ടും. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോർണറിൽ കുത്തിപ്പൊക്കിയതിന് ശേഷം കോർണറിൽ തന്നെ ഒന്നും കൂടി ഒന്ന് കുത്തുക. അതിനുശേഷം ഇനി അടുത്ത സൈഡിലോട്ട് നമ്മൾ ആ കോർണറിൽ നിന്ന് കുത്തി തന്നെ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. സോ കോർണറിൻ്റെ അവിടെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 2 കുത്തെങ്കിലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു സർക്കിൾ രീതിയിൽ കറക്റ്റ് സർക്കുലറായിട്ട് സർക്കിളിൻ്റെ അവിടെ ബോർഡറിൽ ഒരു വി ഷേപ്പ് ഇൻവേർട്ടഡ് വി ആയിട്ട് ആ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് ഫൈനലായിട്ടുള്ള ബോർഡറിലുള്ള ഫൈനൽ വി ആണ് ഈ ചെയ്യുന്നത്. കോർണേഴ്സ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് നോക്കുക. നല്ല അതിൻ്റെ ചെയ്ത് കഴിയുമ്പോൾ അത് വൃത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അത്ര ഭംഗിയാവില്ല. ചെയ്ത് വരുമ്പോഴേക്കും നമുക്കതൊന്ന് ഓക്കെ ആയിക്കോളും. ഇങ്ങനെ വി ഷേപ്പ് ഇൻവേർട്ടഡ് വി ആയിട്ടുള്ളത് ബോർഡേഴ്സിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ ബോർഡറിൽ ഷോളിൻ്റെ ബോർഡറിൽ അല്ലെങ്കിൽ സാരിയുടെയൊക്കെ ബോർഡറിൽ നമുക്കൊരു ലൈനായിട്ട് അടിഭാഗം നമ്മളൊന്ന് അടിച്ച് മറിച്ചെടുക്കുക. ബാക്കി മുകൾ ഭാഗം ഇതേമാതിരി ഫോൾഡ് ചെയ്ത് വി മാതിരി ഹാൻഡിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ബോർഡേഴ്സ് ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യണം, നമുക്കതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവർ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്ലവർ ഉള്ളിലുള്ളത് ഇതിപ്പോൾ കഴിഞ്ഞ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മളിതിനെപ്പറ്റി ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് അതിനകത്തുള്ളതാണ്. എന്നാലും ഞാൻ ഇതിനകത്തും വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട്. കൈ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ഉള്ളിലോട്ടുള്ളതൊക്കെ ഒന്ന് ആ നീഡിൽ വെച്ച് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് കറക്കി കൊടുത്ത് പ്രോപ്പറാക്കി എടുത്തതിന് ശേഷം അവിടെ അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ അടുപ്പിച്ച് തന്നെ കുത്തി തുന്നിയെടുക്കുക. രണ്ട് സൈഡ് ഇതേമാതിരി ഫോൾഡ് ചെയ്യുമ്പോൾ കോർണേഴ്സ് വരുന്നത് പ്രോപ്പറായിട്ടുണ്ടോ എന്ന് നോക്കുക. കോർണറിൻ്റെ അവിടെ ഒന്നിലധികം പ്രാവശ്യം ഒന്ന് കുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ബോർഡറിലുള്ളത് എന്തായാലും ചെയ്യണം. കാരണം ഏറ്റവും ബോർഡറായിട്ടുള്ളതാണ് ഇത്. ഉള്ളിലുള്ളതിനകത്ത് ഉള്ളതിനെക്കാട്ടി ശ്രദ്ധ നമ്മൾ ബോർഡറിലുള്ളതിന് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ കോർണറായിട്ട് പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. ഇതിനൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. പിന്നീട് ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആപ്ലിക് വർക്കിന് നമുക്ക് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഇതേമാതിരി കയ്യിൽ തന്നെ പിടിച്ചിട്ട് ചെയ്താൽ മതിയാകും. കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ കറക്റ്റായിട്ടൊന്ന് അവിടെ പൊസിഷനിൽ ഇരിക്കാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കുത്തി തുന്നിയെടുത്ത് പോയത്.
ഇങ്ങനെ ഡിഫിക്കൽറ്റി വരാത്തതാണ് കേട്ടോ ഇപ്പോൾ ഈ ചെയ്യുന്ന മാതിരി. കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾക്ക് അവിടെ തുടങ്ങിയതിൻ്റെ ആയിരുന്നു. കറക്റ്റ് പോയിൻറ്റഡ് പോർഷനിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്. അതായത് ഒന്നുമില്ല, അതൊന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചുളുങ്ങി വരുന്ന മാതിരി അതൊന്ന് വൃത്തിയാക്കിയാൽ മതിയാകും. കുറേ ചെയ്ത് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചുളുക്കൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് അങ്ങ് ചെയ്ത് പോകാവുന്ന രീതിയിൽ പറ്റുന്നതാണ്. സോ ഇങ്ങനെ ആ ഒരു നമ്മളങ്ങനെ കട്ട് ചെയ്തൊരു വൈ ഷേപ്പായിട്ടുള്ളത് ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള ബാക്കി 8 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനത് നോക്കുക, ഇല്ല 6 എണ്ണം, 6 ഡിസൈൻസാണുള്ളത്. അപ്പോൾ 6 ഡിസൈൻസ് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഒന്നും കൂടി ഇതിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു വരികയാണ്, ആ വൈ ഷേപ്പിലുള്ളത്. നമുക്ക് ജസ്റ്റ് ഈ നീഡിൽ വെച്ച് ഇത് ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ അത് നമുക്ക് കവറായിട്ട് കിട്ടും. ഇപ്പോൾ ക്യാമറയിലും കൂടി കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി അകത്തി പിടിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇത് ക്യാമറയുടെ താഴോട്ട് വരുന്ന രീതിയിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെച്ചിട്ടിരുന്നങ്ങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എത്രത്തോളം അടുപ്പിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില സമയത്ത് ഒരു ക്ലോത്തും വന്നിട്ട് അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിലെ ത്രെഡ് ഇങ്ങനെ കുത്തി തുന്നിയിരിക്കുന്നത് കാണുന്ന രീതിയിൽ ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ ആ കുത്തി ഒരേ അളവിൽ, അപ്പോൾ ഒരേ അളവിൽ തന്നെ ഡിസ്റ്റൻസ് ഇട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണ് കേട്ടോ, എന്നാലാണ് അതൊരു ഭംഗിയാവുക. സോ അങ്ങനെ കുത്തി തുന്നുന്നത് വേറൊരു കോൺട്രാസ്റ്റ് കളറിൽ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രിൻറ്റഡ് തുണിയിൽ പ്രിൻറ്റിൻ്റെ കളറിൽ ത്രെഡ് എടുത്തിട്ട് അതിങ്ങനെ കുത്തി തുന്നുമ്പോൾ അതൊരു ഡോട്ട് മാതിരി മുകളിലൊരു ചെറിയ രീതിയിൽ കാണുന്നത് തന്നെ അതൊരു വേറൊരു ഭംഗി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചിലതിന് നല്ല ഭംഗി ഉണ്ടാവും. സോ അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷേ നോർമലി ആപ്ലിക് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ക്ലോത്തിൻ്റെ കളറ് ത്രെഡ് തന്നെ എടുത്തിട്ട്, കാരണം ഹെമ്മിങ് ചെയ്യുകയാണ് നമുക്ക് ശരിക്കും അതിനകത്ത് ആ ചെയ്തിരിക്കുന്ന തുന്നലൊന്നും അറിയാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക. നമ്മളിപ്പോൾ മെഷീനിലൊക്കെ ആപ്ലിക് വർക്ക് ചെയ്യാറുണ്ട്. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് വെച്ച് ജോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ബോർഡറിൽ നമ്മളിതിങ്ങനെ പിടിപ്പിച്ചേക്കുന്നതൊക്കെ അറിയാൻ പറ്റും. ശരിയാണ്, അതിന് കുറച്ച് ബലം കൂടുതലായിരിക്കും, നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ വർക്ക് നമുക്ക് ഹാൻഡ് വർക്കുകൾ ബാക്കിയെല്ലാം ചെയ്യുന്ന പോലെ അത്ര എന്താ പറയുക റഫായിട്ടൊന്നും വാഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നോർമലി നമുക്ക് യൂസ് ചെയ്യുന്ന മാതിരി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് അത്ര ഇതാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. സോ ഇതേപോലെ നോക്കുക, ഞാനിതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആ ഒരു വൈ ഡിസൈൻ നമ്മൾ ചെയ്തതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എട്ട് വൈ ഡിസൈൻസ് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് 8 ഡിസൈൻ തന്നെയാണ്, നമ്മൾ 8 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 മതി എന്നുണ്ടെങ്കിൽ 6ആയിട്ട് ഫോൾഡ് ചെയ്യാം. സോ ആ വൈ ഡിസൈൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഉള്ളിൽ ക്ലോത്ത് ഒരു എന്താ പറയുക ഒരു പെറ്റൽ ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന രീതിയിലാണ് നമുക്ക് ഉള്ളിലുള്ള ഡിസൈൻ കിട്ടുക. പിന്നീട് ചുറ്റും വി മാതിരി ഇൻവേർട്ടഡ് വി മാതിരിയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഡിസൈൻ. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ. സോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.